നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഗാരേജ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കുറേയേറെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് മെസ്സേജ് ഇട്ടിട്ടുള്ള നമ്മുടെ ഏറ്റവും പുതിയ ബലെനോ സീറ്റയാണ്. അതായത് ബലെനോ എന്ന് പറയുന്ന മാരുതി സുസുക്കിയുടെ പ്രീമിയം വാഹനത്തിൻ്റെ ഏറ്റവും വാല്യൂ ഫോർ മണി ആയിട്ടുള്ള വാഹനം ഏത് എന്നൊരു ക്വസ്റ്റ്യൻ കുറേ നാളുകളായിട്ട് വരുന്നുണ്ടായിരുന്നു. ഓൾറെഡി നമ്മൾ ബലെനോയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതാ ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ അല്ലെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ വേരിയൻറ്റിൽ ഏറ്റവും വാല്യൂ ഫോർ മണി ആയിട്ടുള്ള നമുക്ക് കൊടുക്കുന്ന ക്യാഷിന് വർത്തായിട്ടുള്ള ഒരു വേരിയൻ്റ് ആണ് സീറ്റ. അപ്പം 10,60,000 രൂപയാണ് സീറ്റ ഓട്ടോമാറ്റിക്കിൻ്റെ ഓൺ റോഡ് പ്രൈസ്. അതല്ല നിങ്ങൾക്ക് ഇനി മാനുവൽ ആണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മാനുവൽ വേരിയൻറ്റ് കിട്ടും. അപ്പം ഈ 10 ലക്ഷം രൂപയ്ക്ക് എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഈ ഒരു വാഹനത്തിലുള്ളത്, ഇതിൻ്റെ തൊട്ട് താഴത്തെ വേരിയൻറ്റും അതുപോലെ തന്നെ ടോപ്പ് വേരിയൻറ്റ് എന്തൊക്കെ വ്യത്യാസങ്ങളാണുള്ളത്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ മുന്നോട്ട് വരിക. അപ്പോൾ നമുക്ക് ബലെനോയുടെ വിശേഷത്തിലേക്ക് പോവാം. ഗൈസ്, അപ്പം ഇതാണ് നമ്മളുടെ ബലെനോ സീറ്റയുടെ മുൻഭാഗം. അപ്പം ടോപ്പ് എൻഡ് വേരിയൻറ്റിൻ്റെ തൊട്ട് താഴത്തെ വേരിയൻ്റ് ആണ് ബലെനോ സീറ്റ എന്ന് പറയുന്നത്. അപ്പം ഈ വാഹനത്തിന് വരുന്ന സമയത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത വെച്ചാൽ ഇതിൽ പ്രൊജക്ടർ LED ലാമ്പുകളാണ് വരുന്നത്. അതേപോലെ തന്നെ ഗംഭീരമായിട്ട് ഐസ് ക്യൂബ് DR ഇതിന് വരുന്നത്. ഇതിന് തൊട്ട് താഴത്തെ വേരിയൻ്റ് വരെ ജസ്റ്റ് ഒരു സ്ട്രിപ്പ് പോലത്തെ കേസുകൾ മാത്രമാണ് വരുന്നത്. പിന്നീട് തൊട്ട് താഴെ നമുക്ക് ഫോഗ് ലാമ്പ് വരുന്നില്ല, മുകളിലൊരു ക്രോം എലമെൻറ്റ് മാത്രമേ വരുന്നുള്ളൂ. ടോപ്പ് എൻഡിൽ മാത്രമേ നമുക്ക് ഫോഗ് ലാമ്പ് വരുന്നുള്ളൂ. അടിപൊളി ഒരു ഗ്രില്ലിൽ താഴെയായിട്ടൊരു ക്രോം ഫിനിഷ് വരുന്നുണ്ട്. അത് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ തുടങ്ങി നേരെ റൈറ്റ് സൈഡിലേക്ക് കണക്റ്റായി നമ്മുടെ ഹെഡ് ലാമ്പിലേക്ക് പോകുന്നുണ്ട്. അതൊക്കെ വളരെ ഭംഗിയാണ്. വളരെ വലിയ ഒരു ലോഗോ നമുക്ക് സെൻട്രലായിട്ട് കാണാനായിട്ട് സാധിക്കും. ഗംഭീരമായിട്ടൊരു ലിപ്പ് വരുന്നുണ്ട്, അതും ഒരു ബ്ലാക്കാണ് ചെയ്തിട്ടുള്ള എയർ ഡാമൊക്കെ. പിന്നീട് വളരെ വലിയ ബോണറ്റ് ഏരിയയും വളരെ ഗംഭീരമായിട്ടൊരു ഫ്രണ്ട് ലുക്കുമാണ് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത്. റോഡ് പ്രസൻസിൻ്റെ കാര്യത്തിൽ ഗംഭീരമാണ്. അത് ഈ ഒരു ഫ്രണ്ട് ലുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. സൈഡിലേക്ക് വരുന്ന സമയത്ത് ഒരു വാഹനത്തിന് അലോയ്സ് വരുന്നുണ്ട്. സീറ്റ തൊട്ടാണ് അലോയ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 16ൻ്റെ അടിപൊളി അലോയ്സും വീലുകളൊക്കെ തന്നെ ഇത് വരുന്നുണ്ട്. ഫ്രണ്ട് നമുക്ക് ഡിസ്ക് ബ്രേക്കാണ് വന്നിട്ടുള്ളത്. ടോപ്പ് എൻഡ് വരുമ്പോൾ നമുക്ക് ഡയമണ്ട് കട്ട് അലോയ്സ് ആണ് വരുന്നത്. പക്ഷേ ഇതും അത്യാവശ്യം നല്ല ഭംഗിയോടുകൂടിയാണ് കമ്പനി ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഓട്ടോ ഫോൾഡിങ്ങും അതേപോലെ തന്നെ ഇലക്ട്രിക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സൈഡ് വ്യൂ മിറർ വരുന്നുണ്ട്. അതിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത ഇൻഡിക്കേറ്ററും ഈ ഒരു വേരിയൻറ്റിൽ വരുന്നുണ്ട്. അതിഗംഭീരമായിട്ടുള്ളൊരു ക്രോം എലമെൻറ്റ് നമുക്ക് വരുന്നുണ്ട്. അതും സീറ്റയിൽ മാത്രമാണ് വരുന്നത്. പിന്നീട് നമുക്ക് ക്രോം ഫിനിഷിംഗ് ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ് വരുന്നുണ്ട്. അതിൽ നമുക്ക് റിക്വസ്റ്റ് സെൻസറും കാര്യങ്ങളൊക്കെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. സീറ്റയിൽ താഴെ വന്നിട്ടുള്ള ഈ ഒരു ക്രോം ബീഡിങ് നമുക്ക് എക്സ്ട്രാ ഫിറ്റിങ്സിൽ വരുന്നതാണ്. അത് നമുക്ക് സീറ്റയിൽ വരുന്നതല്ല. പിന്നീട് ഫ്രണ്ടിൽ തുടങ്ങുന്ന ഈ ഒരു ക്രോം ഫിനിഷിങ് നേരെ കോട്ട ഗ്ലാസ്സിലേക്ക് കയറുന്നുണ്ട്. ഇതൊക്കെ വളരെ പ്രീമിയം ലുക്ക് ഈ ഒരു വാഹനത്തിന് നൽകുന്നുണ്ട്. ഏകദേശം 13 അടിയോളമാണ് ഈ ഒരു വാഹനത്തിന് നീളം വരുന്നത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം സ്പേസ് ഇന്ത്യയിൽ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ബലെനോ എന്ന് പറഞ്ഞാൽ ഈ ഒരു സെഗ്മെൻറ്റിലെ അന്യായ സ്പേസ് ഉള്ളൊരു വാഹനമാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ബാക്കിലേക്ക് വരുന്ന സമയത്ത് അടിപൊളി ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് വാഹനത്തിന് വന്നിട്ടുള്ളത്. 170 മില്ലിമീറ്ററാണ് വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. തറക്കേടില്ലാത്ത റോഡുകളിലെല്ലാം തന്നെ നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കുമെന്ന് പറയാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് 37 ലിറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ ലിഡ് നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാനായിട്ട് സാധിക്കും. ബാക്കിലേക്ക് വരുന്ന സമയത്ത് അടിപൊളി ഗംഭീര ഡിസൈനാണ് നമ്മുടെ ബലെനോയുടെ ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റ് വന്ന സമയത്ത്. അന്യ സ്റ്റൈലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. നമുക്ക് ഷാർഫിൻ ആൻറ്റിന ഇതിന് വരുന്നില്ല, നമുക്ക് നോർമൽ ആൻറ്റിനയാണ് വരുന്നത്. അതുപോലെ ചെറിയൊരു സ്പോയിലർ പോലൊരു പോർഷൻ വരുന്നുണ്ട്. അതിൽ നമുക്ക് ഹൈമൂൺ സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു വേരിയൻറ്റ് നമുക്ക് ഡീഫോഗർ വരുന്നുണ്ട്, ബാക്ക് വൈപ്പർ വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു ക്രോം എലമെൻ്റ് ഒക്കെ നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ എക്സ്ട്രാ അല്ലാതെ വരുന്നതാണ്. ബേസ് വേരിയൻറ്റ് തൊട്ട് നമുക്കിത് എക്സ്ട്രാ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. സെൻട്രലായിട്ട് സുസുക്കിയുടെ ലോഗോ കാണാം. ലെഫ്റ്റ് സൈഡിലായിട്ട് അടിപൊളി സ്റ്റൈലിൽ നമുക്ക് ബലെനോ എന്ന് എഴുതിയേക്കുന്നത് കാണാം. പിന്നീട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു വാഹനത്തെ ടെയിൽ ലാമ്പാണ്.
നമുക്ക് ടെയിൽ ഗേറ്റിലേക്ക് കയറി നിൽക്കുന്ന ഒരു ഗംഭീര ടെയിൽ ലാമ്പാണ്. അതിൽ ഐസ് ക്യൂബ് ടൈപ്പിലാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത്. അതൊക്കെ ഗംഭീരമാണ്. ബ്രേക്ക് ലൈറ്റ് നമുക്ക് മുകളിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ഇൻഡിക്കേറ്ററും റിവേഴ്സ് ലൈറ്റും കാണാനായിട്ട് സാധിക്കും. പിന്നീട് നമുക്ക് വരുന്ന സമയത്ത് അടിപൊളി റിഫ്ലക്റ്റേഴ്സ് കാണാനായിട്ട് സാധിക്കും. പിന്നെ റിവേഴ്സ് സെൻസറുകൾ നമുക്ക് ഇവിടെ ഇങ്ങനെ വിരിച്ചു വെച്ചിരിക്കുന്നതായിട്ട് കാണാം. ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ബാക്കിൽ നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയാണ് വാഹനത്തിൻ്റെ പിൻഭാഗ കാഴ്ച. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വിശാലമായിട്ട് ബൂട്ട് ഓപ്പണായി പൊക്കോളും. അപ്പം അടിപൊളി ഒരു പാഴ്സൽ ഡ്രൈവർ വന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി വെക്കാം. 318 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് വന്നിട്ടുള്ളത്. കുറച്ച് താഴ്ചയിലേക്കാണ്, അതൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഇത്രയും കുറച്ച് വെയിറ്റ് ഉള്ള സാധനങ്ങളൊക്കെ എടുത്തു പൊക്കാൻ കുറച്ച് പ്രയാസമാണ്. അതൊരു പോരായ്മയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ എങ്കിലും അത്യാവശ്യം തരക്കേടില്ലാത്തൊരു സ്പേസ് ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ഹാൻഡിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ പിടിച്ച് നമുക്ക് ക്ലോസ് ചെയ്യാം. അത്യാവശ്യം ബലമുണ്ട് കേട്ടോ. വാഹനത്തിനെ ബലം നോ എന്ന് ആൾക്കാർ കളിയാക്കുന്നെങ്കിലും ഈ പുതിയ വാഹനത്തിന് അത്യാവശ്യം ബലം കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോഡി ക്വാളിറ്റി സേഫ്റ്റി എത്ര ഉണ്ടെന്ന് നമുക്ക് ഡ്രൈവിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പിൻഭാഗ കാഴ്ചകൾ. ഇനി നമുക്ക് ബലന സീറ്റയുടെ ഇൻറ്റീരിയർ വിശേഷം നോക്കാം. എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഇൻറ്റീരിയറിൽ ഉള്ളത് നോക്കാം. ഈ കാണുന്ന റെയിൻ ഗാർഡും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ്. നമുക്ക് ആദ്യം തന്നെ വാഹനത്തിന് ഇൻറ്റീരിയർ നോക്കുന്ന സമയത്ത് അടിപൊളി ലെതർ ഫിനിഷ് ആയിട്ടുള്ള ഒരു ആം റെസ്റ്റ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് അടിപൊളിയാണ്, നല്ല കുഷനിങ് ആണ്. ഇവിടെ ആ ഒരു ലെതർ ഫിനിഷ് വരുന്നുണ്ട്. മുകളിലായിട്ടൊരു ഫൈബർ പോർഷനാണ് ആ ഒരു ബ്ലൂ കളറിലേക്ക് കവർ ചെയ്തിട്ടുള്ളത്. പിന്നെ ബ്ലാക്കിൽ നമുക്ക് പവർ വിൻഡോ സ്വിച്ചുകളും അതുപോലെ തന്നെ മിറർ അഡ്ജസ്റ്റബിൾ സ്വിച്ചുകളും ഗ്ലാസ് ലോക്ക് സ്വിച്ചുകളും വന്നിട്ടുണ്ട്. താഴെയായിട്ട് നമുക്കൊരു 1 ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ ഹോൾഡർ കാണാനായിട്ട് സാധിക്കും. ഡോറൊക്കെ അന്യായ പ്രീമിയം ലുക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നീട് അകത്തേക്ക് കയറുന്ന സമയത്ത് നമുക്കിതാ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റുകളാണ്. അതിൻ്റെ ലിവറും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. പിന്നീട് നമുക്ക് ഐഡിയൽ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പിൻ്റെ സ്വിച്ചും അതേപോലെ തന്നെ നമുക്ക് ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ചും എൻജിൻ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് സ്വിച്ചും നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് വരുന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് നമുക്ക് AC വെൻറ്റ് വന്നിട്ടുണ്ട്. അതിലൊരു ക്രോം ഫിനിഷൊക്കെ മുകളിൽ വന്നിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഡ്രൈവർ സീറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ ഇതാണ് വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ. നല്ല പ്രീമിയം ലുക്കിൽ തന്നെയാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ക്രമീകരിച്ചിട്ടുള്ളത്. നമ്മൾ കുറേ നാളുകളായിട്ട് മാരുതിയുടെ വാഹനങ്ങൾ ചെയ്യുന്ന സമയത്ത് പറയുന്നുണ്ട്, അതായത് ഡിസൈൻ വൈസ് ഒക്കെ അവർ അടിപൊളിയായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആദ്യം തന്നെ മീറ്റർ കൺസോൾ വന്നു കഴിഞ്ഞാൽ 2 സൈഡ് അനലോഗും സെൻട്രലായിട്ട് ഡിജിറ്റലും ആയിട്ടുള്ളൊരു മീറ്റർ കൺസോളാണ് വന്നിട്ടുള്ളത്. അതിൽ നമുക്ക് ഇതിപ്പോൾ നിലവിൽ 1235 കിലോമീറ്റർ ഓടിയ ഒരു പുതിയൊരു വാഹനമാണ്. ഇതിനിപ്പോൾ മൈലേജ് കാണിക്കുന്നത് 15.4 നമ്മൾ കുറേ ടൈമായിട്ട് ഷൂട്ടിൻ്റെ ആവശ്യമായിട്ട് ഈ വാഹനം നിർത്തിയിട്ടിട്ട് പോലും 15.4 ഈ ഒരു വാഹനത്തിന് മൈലേജ് വരുന്നത്. മൈലേജിൻ്റെ കാര്യത്തിൽ ഗംഭീര വാഹനമാണിത്. കാരണം വാഹനത്തിന് വലിയ വെയിറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വരാത്തതുകൊണ്ട് ഉറപ്പായിട്ടും പറയുന്ന 20-22 മൈലേജ് നമുക്ക് കിട്ടും. പല ആൾക്കാരെ യൂട്യൂബിൽ നമ്മൾ വന്നിട്ടുണ്ട് ഈ പറഞ്ഞ മൈലേജിൻ്റെ വീഡിയോസൊക്കെ. അതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ ബലനയിൽ മൈലേജിൻ്റെ കാര്യത്തിൽ ഇവനെ മാറ്റി നിർത്തിയേ വേണ്ട. പിന്നീട് നമുക്ക് ഡിസ്റ്റൻസ് ഓഫ് MT വരുന്നുണ്ട്. പിന്നെ ഫ്യൂൽ ഗേജ് കാര്യങ്ങളെല്ലാം തന്നെ ക്രമീകരിച്ചിട്ടുള്ള ഗംഭീരമായിട്ടുള്ളൊരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററാണ് നമുക്ക് വന്നിട്ടുള്ളത്. അത്യാവശ്യം തരക്കേടില്ലാത്ത സെറ്റപ്പുകൾ എല്ലാം തന്നെ അതിൽ വന്നിട്ടുണ്ട്. അതൊക്കെ അടിപൊളിയാണ്. പിന്നീട് നമുക്ക് സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് മോഡുകളും സിസ്റ്റം മോഡുകളും അതേപോലെ തന്നെ വോയിസ് കമാൻഡിങ് കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ക്രൂയിസ് കൺട്രോൾ ഒന്നും തന്നെ ഈ വേരിയന്റിൽ വരുന്നില്ല. ടോപ്പ് വേരിയന്റിൽ വരുന്ന സമയത്ത് നമുക്ക് ക്രൂയിസ് കൺട്രോൾ പോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു സ്റ്റിയറിംഗ് വീല് നമുക്ക് ടെലിസ്കോപ്പിക് ആണ്. അതേപോലെ തന്നെ ടിൽറ്റബിളുമാണ്. നമുക്ക് അടിപൊളിയായിട്ട് ഇതേപോലെ താത്തും പൊക്കിയൊക്കെ വെച്ച് നമുക്ക് യാത്ര ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അതൊക്കെ അടിപൊളിയാണ്. വളരെ സിമ്പിളായിട്ട് ക്രമീകരിക്കാനായിട്ട് പറ്റും. പിന്നീട് നമുക്ക് സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ 7 ഇഞ്ചിൻ്റെ അടിപൊളി ഒരു ഇൻഫോടൈം സിസ്റ്റം വരുന്നുണ്ട്. അതിൽ ഈ പറഞ്ഞതിൻ്റെ കൂടെയുള്ള ഗംഭീര സെറ്റിങ്സ് എല്ലാം തന്നെ വന്നിട്ടുണ്ട്. അതിൽ ഫ്യൂവൽ ആയിക്കോട്ടെ, എത്ര ആവറേജ് സ്പീഡ് നമുക്ക് പോയിട്ടുണ്ട് എന്നുള്ള കാണിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഇപ്പം നിലവിൽ കിട്ടുന്ന മൈലേജ് കാണിക്കും. അതുപോലെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ പോലുള്ള കണക്ടിവിറ്റികളെല്ലാം തന്നെ ഈ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളൂ. അതൊക്കെ അടിപൊളിയാണ്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട്. പിന്നീട് ഗംഭീരമായിട്ടുള്ള വോയിസ് കമാൻഡിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഈസി ആയിട്ട് വോയിസ് കമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊക്കെ ഇതിൽ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. Sorry, I still didn't get that. Please say your command again. ഞാൻ പറഞ്ഞത് അവർക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വീഡിയോയുടെ ഭാഗമായിട്ട് സംസാരിച്ചാണ്, പക്ഷേ അതിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ താഴെ 2 AC വെന്റുകൾ, സെൻട്രൽ ഹസാർഡ് വന്നിട്ടുണ്ട്. അതൊക്കെ അടിപൊളിയാണ്. പിന്നീട് നമുക്ക് ഓട്ടോ AC. ഈ ഓട്ടോ AC നല്ല ഭംഗിയായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്.
അത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. താഴെ നമുക്ക് വയർലെസ് ചാർജും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇത് നമുക്ക് എക്സ്ട്രാ ചെയ്യാനായിട്ട് സാധിക്കും. 12 വോൾട്ടിൻ്റെ ചാർജ് വരുന്നുണ്ട്. അതേപോലെ തന്നെ USB പോർട്ട് വരുന്നുണ്ട്. അടിപൊളി 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ഇതാണ് വാഹനത്തിൻ്റെ ചാവി വരുന്നത്. അതൊക്കെ ഒരു പ്രീമിയം സിമ്പിൾ ലുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഭംഗിയായിട്ടുണ്ട്. പിന്നെ AMT ആണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. അതിൻ്റെ ഗിയർ ലിവറും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഓടിക്കുന്ന സമയത്ത് ഞാൻ എന്തൊക്കെയാണ് AMTയുടെ പോരായ്മകൾ, ഗുണങ്ങൾ എന്നുള്ളതൊക്കെ പറഞ്ഞുതരാം. പിന്നീട് 2 സൈഡിലും ഒരു അലൂമിനിയം ഫിനിഷിലൊക്കെ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതൊക്കെ ഭംഗിയായിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെറിയ സ്റ്റോറേജ് പോലെ യൂസ് ചെയ്യാം. അതുപോലെ നമുക്ക് ഹാൻഡ് ബ്രേക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു ഗംഭീര ആം റെസ്റ്റും വരുന്നുണ്ട്. ഇതിനകത്തൊരു ചെറിയ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് അത്യാവശ്യപ്പെട്ടൊരു കാര്യമാണ്. കാരണം ഓട്ടോമാറ്റിക് വാഹനങ്ങൾക്ക് ആം റെസ്റ്റ് ഒരു അടിപൊളി സാധനമാണ്. അത് ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ നമുക്കത് യൂസ് ആവും. പിന്നെ നേരെ സെൻട്രലിൽ നിന്നും ഒരു അലൂമിനിയം ഫിനിഷ് നേരെ നമ്മുടെ ലെഫ്റ്റ് സൈഡ് AC വെന്റ് വരെ പോയിട്ടുണ്ട്. മുകളിലേക്ക് ഒരു ബ്ലാക്ക്, ഇവിടെ ഒരു അലൂമിനിയം, താഴെ ഒരു ബ്ലൂ കളറിൽ ഒരു 3 കളറിലായിട്ടാണ് ഇതിൻ്റെ ഇന്റീരിയർ ക്രമീകരിച്ചിട്ടുള്ളത്. അത് വളരെ ഭംഗിയാണ്. ആ കളർ തന്നെ നേരെ നമ്മുടെ ഡോർ സൈഡിലേക്കും വരുന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രീമിയം ലുക്ക് വാഹനത്തിന് അകത്തിരിക്കുന്നവർക്ക് കിട്ടും. പിന്നീട് നമുക്ക് 2 സൈഡിലും ഹാൻഡിൽസ് ഒക്കെ തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് സൺ വൈസേഴ്സ് വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് മിററും ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. 2 അടിപൊളി റീഡിംഗ് ലാമ്പ് വന്നിട്ടുണ്ട്. ഇതൊക്കെ നല്ല സിമ്പിൾ ടച്ചിൽ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. മാനുവലി ഡിം ചെയ്യാൻ പറ്റുന്ന ഒരു മിറർ വന്നിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബലെനോ സീറ്റയുടെ ഇന്റീരിയർ വിശേഷങ്ങൾ. ഇനി നമുക്ക് ബാക്ക് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് സീറ്റയുടെ ബാക്കിലത്തെ ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് 3 ഹെഡ് റെസ്റ്റുകൾ വരുന്നുണ്ട്. 3 പേർക്ക് വളരെ ഭംഗിയായിട്ടിരിക്കും. കാരണം അത്രയും വീതിയുള്ളൊരു വാഹനമാണ്. സെൻട്രൽ ടേണിലൊന്നും അധികം ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് 3 പേർക്ക് ഭംഗിയായിട്ട് തന്നെ ഇരിക്കാം. ബാക്കിലായിട്ട് നമുക്ക് AC വെന്റുകളും ചാർജിങ് പോർട്ടുകളും വന്നിട്ടുണ്ട്. അതൊക്കെ ഒരു നല്ല കാര്യം തന്നെയാണ്. 2 സൈഡും ഹാൻഡിൽസ് വരുന്നുണ്ട്. അതേപോലെ നമുക്ക് റീഡിംഗ് ലാമ്പ് സെൻട്രലായിട്ട് വരുന്നുണ്ട്. പിന്നീട് നമുക്ക് ഈ സൈഡ് ഡോറിലും നമുക്ക് കുഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ പവർ വിൻഡോ സ്വിച്ച് ഒരു പിയാനോ ബ്ലാക്കിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പം ഫ്രണ്ട് പോലെ തന്നെ ബാക്കും നല്ല കംഫർട്ടിലാണ് കമ്പനി ഒരുക്കിയിരിക്കുന്നത്. നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റുകളാണ്. അപ്പം പിൻഭാഗം നല്ലൊരു പ്രീമിയം യാത്ര നമുക്ക് നൽകുമെന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ബലെനോയുടെ ഡ്രൈവ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. സസ്പെൻഷൻ, അതുപോലെ തന്നെ യാത്രാ കംഫോർട്ട്, സീറ്റിംഗ് കംഫോർട്ട്, പവർ, ഈ AMT ഗിയറിൻ്റെ ഒരു ലാഗ് അല്ലെങ്കിൽ പെർഫോമൻസ്, ഇതെല്ലാം നമുക്കും ചെക്ക് ചെയ്യാം. നമുക്ക് ഡ്രൈവിലേക്കൊന്ന് പോകാം. അപ്പോൾ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. നേരെ Dയിലേക്ക് എടുത്തിടുക, നമ്മൾ പോവാം. സാധാരണ മാരുതിയുടെ AMT വരുന്ന സമയത്ത് ഇത് കണ്ടില്ലേ, ഇതേപോലൊരു വിക്കല് വണ്ടിക്ക് വരാറുണ്ട്. അത് നോർമലി AMTക്ക് ഉള്ളതാണ്. അതായത് ഗിയർ മാറുന്നത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അതായത് AMT വരുന്ന സമയത്ത് അതിന് ക്ലച്ചും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. പക്ഷെ നമ്മളത് അറിയുന്നില്ല എന്ന് പറയാം. ഡ്രൈവർക്ക് അത് ഇടേണ്ട ആവശ്യമില്ല. പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലച്ച് ആയി തന്നെയാണ് നമുക്ക് ഗിയർ ചേഞ്ച് ആവുന്നത് AMT വരുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ മറ്റ് ഈ പറഞ്ഞ AT പോലെ അല്ലെങ്കിൽ അതേപോലെ തന്നെ CVT പോലെ ഒന്നും വളരെ കംഫർട്ടായിട്ട് നമുക്ക് ഈ AMT ഓടിക്കാൻ പറ്റില്ല. നമുക്ക് തരക്കേടില്ലാത്ത രീതിയിൽ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും. കാരണം ഇടതുകാലിന് വലിയ ഉപയോഗങ്ങളൊന്നും ഇല്ലാതെ ട്രാഫിക്കിലൊക്കെ പോകാൻ പറ്റും. പക്ഷേ ഈ പറഞ്ഞ ഗിയർ മാറുമ്പോൾ ഉള്ള ഒരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യും. അത് എല്ലാവർക്കും കിട്ടില്ല. നിലവിൽ മറ്റുള്ള ഈ പറഞ്ഞ CVT പോലുള്ള വാഹനങ്ങളൊക്കെ ഓടിച്ചവർക്ക് പെട്ടെന്ന് പിടികിട്ടും. എങ്കിലും കുഴപ്പമില്ല. കാരണം ഈ ഒരു വിലയ്ക്ക് 10 ലക്ഷം രൂപയ്ക്ക് AMT എന്ന് പറഞ്ഞാൽ മോശമായ ഒരു കാര്യമൊന്നുമല്ല. പിന്നെ അതും ഒരുപാട് ലാഗൊന്നുമില്ല, വലിയ തിരക്കേടില്ല. അതായത് കണ്ടില്ല, ഇതിപ്പോൾ നമുക്ക് ഗിയർ മാറുന്ന അറിയാൻ പറ്റും എന്നുള്ളതേ ഉള്ളൂ. കാലിൽ കറക്റ്റ് നമുക്കറിയാം വണ്ടി ഒരു കുത്തൽ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു AMT ആയതുകൊണ്ട് തന്നെ കമ്പനി 22 കിലോമീറ്ററാണ് മൈലേജ് പറയുന്നത്. അത് ഏറെക്കുറെ മൈലേജ് കിട്ടുകയും ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ മാനുവൽ ആയാലും ഓട്ടോമാറ്റിക് ആയാലും ബലെനോയുടെ ഒരുപാട് മൈലേജുകൾ കൂടുതൽ കിട്ടിയ വീഡിയോസ് യൂട്യൂബിൽ നമ്മൾ കണ്ടതാണ്. അതല്ല, ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത ഒരു ബലെനോയുടെ വീഡിയോ നമ്മുടെ ഡെൽറ്റ പ്ലസിൻ്റെ നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്. അതിലും നമ്മൾ മൈലേജിനെ പറ്റി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് തന്നെ 20 കിലോമീറ്ററോളം കിട്ടുന്ന ഒരു വണ്ടിയാണ് നമ്മൾ അന്ന് പരിചയപ്പെടുത്തത്. ഇത് 1200 കിലോമീറ്റർ ഓടിയിട്ട് പോലും നമുക്ക് 15 കിലോമീറ്റർ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് സർവീസ് ആയ വണ്ടിക്ക് കാണിക്കുന്നുണ്ട്. അപ്പം മൈലേജിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒന്നും തന്നെ ചിന്തിക്കേണ്ട. പെട്രോളിന് 22ഉം അതുപോലെ തന്നെ അതല്ല CNG ആണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് CNGക്ക് 30 കിലോമീറ്റർ മൈലേജും ഈ ഒരു വാഹനത്തിന് കിട്ടുന്നതാണ്. അപ്പം മൈലേജ് ആണ് പ്രധാനമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തെ ബലെനോ ചൂസ് ചെയ്യാം. പിന്നെ സേഫ്റ്റിയുടെ ഭാഗത്തെ പറ്റി ഒന്നും കൂടുതലായിട്ട്, അതായത് ബോഡി ക്വാളിറ്റി അല്ലെങ്കിൽ ക്രാഷ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും കൂടുതൽ ഞാൻ പറയുന്നില്ല. പക്ഷേ യാത്രയുടെ കാര്യത്തിൽ വണ്ടി പക്കയാണ്. നല്ല യാത്രാ കംഫർട്ടുണ്ട്. കാരണം മാരുതിയുടെ വാഹനങ്ങളുടെ സീറ്റുകൾ എന്നും അടിപൊളിയാണ്. കാരണം അന്യായ കുഷനിങ് ആണ്. ഒരു കോംപ്രമൈസോ കാര്യങ്ങളോ ഒന്നും അതിനകത്ത് ചെയ്യാറില്ല കമ്പനി. അതുകൊണ്ട് യാത്രാ കംഫർട്ട് നല്ലതാണ്. ബോഡി റോളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല.
വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് ഓടിച്ചു പോകാൻ പറ്റും. ഒരു പ്രീമിയം വണ്ടിയിൽ ഇരിക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം വാഹനത്തിൻ്റെ ഒരു എഞ്ചിനെ പറ്റി പറയാനാണെങ്കിൽ 1200 cc 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് കെ സീരീസ്. അപ്പം 4 സിലിണ്ടർ എഞ്ചിനാണ്, അതൊരു പ്രധാന കാര്യമാണ്. കാരണം ഇപ്പോൾ വരുന്നിട്ടുള്ള സ്വിഫ്റ്റ് ഡിസയറും സ്വിഫ്റ്റും എല്ലാം തന്നെ വാഹനങ്ങൾ അവർ 3 സിലിണ്ടർ ആക്കി കുറയ്ക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ ബലെന നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു ടൈമിൽ 4 സിലിണ്ടർ ഉള്ളൊരു എഞ്ചിൻ കിട്ടും. അതൊരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ എഞ്ചിൻ്റെ കാര്യത്തിൽ അറിയാമല്ലോ, മാരുതി സുസുക്കിയെ ഒരു രീതിയിലും നമുക്ക് പറയേണ്ട കാര്യമില്ല. റിഫൈൻമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടോപ്പാണ്. 38 bhp ആണ് വാഹനത്തിൻ്റെ പവർ വരുന്നത്. അതുപോലെ തന്നെ 113 Nm ടോർക്കും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തരക്കേടില്ലാത്ത പവർ ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. ഈ ഒരു എഞ്ചിൻ തന്നെയാണ് വർഷങ്ങളായി മാരുതി സുസുക്കി യൂസ് ചെയ്തുകൊണ്ടിരുന്ന കെ സീരീസ് എഞ്ചിൻ. അതുകൊണ്ട് നമുക്ക് എഞ്ചിൻ്റെ കാര്യത്തിലങ്ങ് ഒന്നും പറയാനില്ല, അതിഗംഭീരമാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് കാല് കൊടുത്ത് നോക്കാം, ആ ഒരു ഇനിഷ്യൽ പിക്കപ്പ് എങ്ങനെ ഉണ്ടെന്ന്, AMGയുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, ഞാൻ ഡീലിട്ടിരിക്കുകയാണ്, ഫുൾ പവർ കൊടുക്കുകയാണ്. അത് കണ്ടില്ലേ, ഒന്ന് പമ്മിയിട്ടാണ് വാഹനം കയറിപ്പോയത്. പക്ഷേ അത് കണ്ടില്ലേ, ഗിയർ മാറുമ്പോൾ ആ ഒരു പമ്മലുണ്ട്. പക്ഷേ ഈസി ആയിട്ട് വാഹനം 80 എത്തിയിട്ടുണ്ട്. പക്ഷെ ഗിയർ മാറുന്ന ആ ഒരു കാര്യം സിമ്പിളായിട്ട് നമുക്ക് ഈ ഡ്രൈവിൽ തന്നെ അറിയാൻ പറ്റും. അതായത് ഡ്രൈവർക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും. എനിക്ക് ഡ്രൈവർക്ക് മാത്രമല്ല, കൂടി ഇരിക്കുന്നവർക്കും അറിയാം. കാരണം നമ്മുടെ ഈ ഒരു ഷേക്കിംഗ് ഉണ്ടാവും. ആ ഒരു നല്ലപോലെ വാഹനം കയറുന്നുണ്ട്, പക്ഷെ ആ ഒരു പമ്മല് AMGക്ക് ഉണ്ട്. മാനുവലിന് നമുക്ക് ആ ഒരു ഫീല് വരില്ല, കാരണം നമ്മൾ തന്നെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിലും തരക്കേടില്ല, AMG എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് വരും. ഇനിഷ്യൽ പിക്കപ്പും കാര്യങ്ങളൊന്നും വലിയ തെറ്റില്ലാതെ വാഹനത്തിന് പോകുന്നുണ്ട്. നമ്മൾ ഓടി വരുന്ന സമയത്ത് പുറത്തെ ഒരു നോയ്സുകളും അകത്തേക്ക് വരുന്നില്ല. അന്യായ ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണെന്ന് നമുക്ക് പറയാം. നല്ല പാക്കിങ്ങുകളാണ്, കാരണം അതുകൊണ്ട് തന്നെയാണ് ആ നോയ്സ് കാരണം വരുന്നില്ല. പക്ഷെ എനിക്ക് ഫ്രോങ്സ് എടുക്കുന്നവരോട് പറയാനുള്ളത്, ഫ്രോങ്സിനേക്കാളൊക്കെ എന്തോ അടിപൊളി വണ്ടിയാണ് ബലെനോ. സേഫ്റ്റിയുടെ ഭാഗം ഈ രണ്ടും കണക്കാണ്, പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ ബലെനോ യാത്ര കംഫർട്ടാണ്. പക്ഷേ നമ്മുടെ സീറ്റയിൽ വരുന്ന സമയത്ത് അത് കണ്ടില്ല, റിവേഴ്സ് ക്യാമറയുടെ ഒരു ക്ലാരിറ്റി, വലിയ ക്ലാരിറ്റി ഒന്നുമില്ല, പക്ഷേ എങ്കിലും തരക്കേടില്ല എന്ന് നമുക്ക് പറയാം. സേഫ്റ്റിയുടെ ഭാഗം പറയാനാണെങ്കിൽ നമുക്ക് 6 എയർ ബാഗ് ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. പഴയ ബലെനെ വെച്ച് നോക്കുവാണെങ്കിൽ അതിനേക്കാളും അത്യാവശ്യം തരക്കേടില്ലാത്ത ബോഡി ക്വാളിറ്റി ഈ ഒരു പുതിയ ബലെനെ വന്നിട്ടുണ്ട്. വെയിറ്റിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പഴയ ബലെനയിലൊക്കെ നമുക്ക് 2 എയർ ബാഗ് ആണെങ്കിൽ ഇതിൽ നമുക്ക് 6 എയർ ബാഗ് വന്നിട്ടുണ്ട്. ABS വന്നിട്ടുണ്ട്, EBD വന്നിട്ടുണ്ട്, ഹിൽ ഹോൾ അസിസ്റ്റൻറ്റ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ, അതിപ്പം ഇതിലല്ല ടോപ്പ് എൻഡിലെ കാര്യമാണ് ആ പറഞ്ഞത്. ട്രാക്ഷൻ കൺട്രോൾ വന്നിട്ടുണ്ട്, ഐഡിയൽ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് വന്നിട്ടുണ്ട്, റിവേഴ്സ് ക്യാമറ, റിവേഴ്സ് സെൻസേഴ്സ് പോലുള്ള ഗംഭീര സേഫ്റ്റി ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്രാഷ് ടെസ്റ്റുകളിൽ എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ള കാര്യം അറിയില്ല. പക്ഷേ റോഡുകളിൽ നമ്മൾ മര്യാദയ്ക്ക് കൊണ്ട് നടക്കുകയാണെങ്കിൽ ബലെന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. പിന്നെ നമ്മൾ ഈ ഒരു വാഹനം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെൽറ്റ പ്ലസ്, സീറ്റ, അതേപോലെ തന്നെ ആൽഫ, ഇവരുടെ വേരിയൻറ്റുകളിൽ ഏതാണ് ബെറ്റർ എന്നുള്ളത് നോക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പം സീറ്റ വരുന്ന സമയത്ത് നമുക്ക് ടോപ്പായിട്ടുള്ള വാഹനത്തിനേക്കാളിലും 10 ലക്ഷം രൂപയ്ക്ക് നല്ലൊരു വാല്യൂ ഫോർ മണിയായിട്ടുള്ള വാഹനമാണ്. കാരണം ഈ ഒരു വാഹനം 10 ലക്ഷം രൂപയ്ക്ക് ഓട്ടോമാറ്റിക്കും 10 ലക്ഷം രൂപയ്ക്ക് നമുക്ക് മാനുവൽ അവൈലബിൾ ആണ്. 6 കളേഴ്സിലെ വാഹനം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ബലെന ആൽഫ വരുന്ന സമയത്ത് AGS ഓട്ടോമാറ്റിക് വരുന്ന സമയത്ത് നമുക്ക് 11,80,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. ഈ ഒരു വാഹനം വരുന്ന സമയത്ത് 10,60 ഏകദേശം ഒരു 1,10,000 1,20,000 രൂപയുടെ വ്യത്യാസമാണ് വരുന്നത്. അതായത് ടോപ്പ് എൻഡും നമ്മുടെ സീറ്റയായിട്ട്. മാനുവലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ടോപ്പ് എൻഡ് 11,10,000. എന്നാൽ നമ്മുടെ സീറ്റ് വരുന്ന സമയത്ത് നമുക്ക് 10 ലക്ഷം രൂപയ്ക്ക് മാനുവൽ ഇറക്കാൻ സാധിക്കും. 1 ലക്ഷം രൂപയുടെ വ്യത്യാസം വരും. പിന്നെ ടോപ്പ് എൻഡും ഇതുമായിട്ടുള്ള വ്യത്യാസം വെച്ചാൽ ഈ പറഞ്ഞ ഹെഡ് അപ്പ് ഡിസ്പ്ലേ നമുക്ക് ടോപ്പ് എൻഡ് മാത്രമേ വരൂ. അതിൻ്റെ ഒരു ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആൾക്കാരും അത് തുറക്കാറ് പോലുമില്ല. പിന്നെ ഡയമണ്ട് കട്ട് അലോയ്സ് വരുന്നുണ്ട്, അത് നമുക്ക് ഈ ഒരു വാഹനത്തിന് അലോയ്സ് വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പ്രൊജക്ടർ ലാമ്പ് ഇതിനും വരുന്നുണ്ട്. പിന്നെ വേറെ വലിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വാഹനത്തിന് വരുന്നില്ല. അപ്പോൾ ഉറപ്പായിട്ടും ഈ 1,20,000 രൂപ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് എന്തുകൊണ്ടും നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ 10 ലക്ഷം രൂപയ്ക്ക് AGS എടുക്കുന്നതായിരിക്കും വാല്യൂ ഫോർ മണി എന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഇനി ഏതൊരു വാഹനത്തിൻ്റെ റിവ്യൂ ആണ് വേണ്ടതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പം ഉടൻ തന്നെ നമ്മൾ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ബൈ.